നിരവധി വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് സ്റ്റാറ്റസ് കാണുന്നതും സ്റ്റാറ്റസ് ഇടുന്നതുമൊക്കെ ഏറെ താല്പര്യമുള്ള കാര്യമാണ്. ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ആപ്പ് എന്നാണ് വാട്സപ്പ് വിശേഷിപ്പിക്കുന്നത്. എങ്കിലും വെറുമൊരു മെസ്സേജിംഗ് ആപ്പ് എന്നതിൽ അപ്പുറമുള്ള സ്ഥാനം ഉപഭോക്താക്കൾക്കിടയിൽ നേടിയെടുക്കാൻ വാട്സപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചുകൊണ്ട് എന്നും പുതുമ നിലനിർത്തുകയും കൂടുതൽ യൂസർ ഫ്രണ്ട്ലിയായി മാറുകയും ചെയ്തുകൊണ്ടാണ് വാട്സാപ്പിന് ഉപഭോക്താക്കൾക്കിടയിൽ ഇത്രയും സ്വാധീനം നേടാനായത്. ലോകത്ത് ഏറ്റവും അധികം വാട്സപ്പ് ഉപഭോക്താക്കളുള്ള രാജ്യം ഇന്ത്യയാണ്. വാട്സപ്പ് ഉപയോഗിക്കാത്ത സ്മാർട്ട് ഫോൺ ഉടമകൾ തീരെ കുറവായി. മെസ്സേജ് അയക്കാൻ മാത്രമല്ല, കോളുകൾ വിളിക്കുവാനും ഗ്രൂപ്പ് കോളുകൾ വിളിക്കുവാനും വീഡിയോ കോളുകൾ വിളിക്കുവാനും പണം അയക്കുവാനും ബാങ്ക് ബാലൻസ് അറിയാനും പല ടിക്കറ്റുകളും ബുക്ക് ചെയ്യാനും തുടങ്ങി എണ്ണമറ്റ സൗകര്യങ്ങൾ വാട്സപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഉപയോഗിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് പുതിയ ഫീച്ചർ എത്താറുള്ളത്. വാട്സപ്പ് ഉപഭോക്താക്കളിൽ പലരുടെയും ഇഷ്ടവിനോദങ്ങളിൽ ഒന്നാണ് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യലും മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നിരീക്ഷിക്കലും. ടെക്സ്റ്റ്, വോയിസ്, മ്യൂസിക്, വീഡിയോ, ചിത്രങ്ങൾ, ഇമോജികൾ തുടങ്ങി എന്തും കോണ്ടാക്ട് ലിസ്റ്റിലുള്ള മറ്റ് വാട്സപ്പ് ഉപഭോക്താക്കളുമായി പങ്കുവെക്കാൻ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ഓപ്ഷൻ സൗകര്യം നൽകുന്നു. വാട്സാപ്പ് ഉപഭോക്താക്കളിൽ നിരവധി പേർ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് സൗകര്യത്തിലേക്ക് പുതിയൊരു ഫീച്ചർ കൂടി അവതരിപ്പിച്ച് സ്റ്റാറ്റസിനെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഇടനിലക്കാരനായുള്ള പുതിയൊരു നീക്കത്തിലാണ് വാട്സാപ്പിന്റെ മാതൃക കമ്പനിയായ മെറ്റ. തങ്ങളെ മെൻഷൻ ചെയ്ത പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസുകൾ ഇനി വാട്സാപ്പ് ഉപഭോക്താക്കൾക്ക് റീപോസ്റ്റ് ചെയ്യാനാകും എന്നതാണ് വരാൻ പോകുന്ന പുതിയ ഓപ്ഷൻ. ഇപ്പോൾ മറ്റൊരാളുടെ ഏതെങ്കിലും സ്റ്റാറ്റസ് നമുക്ക് സ്റ്റാറ്റസ് ആക്കണമെന്ന് തോന്നിയാൽ ഒന്നുകിൽ അത് അയാളോട് ചോദിച്ചു വാങ്ങണം, അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കും. എന്നാൽ ഇത് രണ്ടും ചെയ്യാതെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മളെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്റ്റാറ്റസ് ആക്കാം എന്നതാണ് വരാൻ പോകുന്ന റീഷെയർ ഫീച്ചർ കൊണ്ട് വാട്സപ്പ് ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന നേട്ടം. നമ്മെ ടാഗ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസുകളിൽ വീണ്ടും പോസ്റ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ നിലവിൽ സൗകര്യമുണ്ട്. ഇത് വാട്സപ്പിലേക്കും കൊണ്ടുവരാനാണ് മെറ്റയുടെ ശ്രമം. നിലവിൽ ഈ ഫീച്ചർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. എങ്കിലും അധികം വൈകാതെ ഇത് എല്ലാവർക്കുമായി അവതരിപ്പിക്കപ്പെടുമെന്ന് വാട്സപ്പ് അപ്ഡേറ്റുകൾ പുറത്തുവിടാറുള്ള ബീറ്റ ഇൻഫോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വാട്സപ്പ് ഉപഭോക്താക്കൾക്കിടയിൽ പരസ്പര ഇടപെടൽ കാര്യക്ഷമമാക്കാനും നല്ലൊരു ബന്ധം സൃഷ്ടിക്കാനും സൗഹൃദം കൂടുതൽ ശക്തമാക്കാനുമൊക്കെ പുതിയ ഫീച്ചർ വലിയ പങ്ക് വഹിക്കും എന്ന് കരുതപ്പെടുന്നു. വാട്സാപ്പിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഈ ഫീച്ചർ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുമെന്നാണ് മെറ്റ പ്രതീക്ഷിക്കുന്നത്. വാട്സാപ്പ് ഉപഭോക്താക്കളും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ വാർത്ത നോക്കിക്കാണുന്നത്. പുതിയ ഫീച്ചറിന്റെ പ്രവർത്തനം എന്താണ് നമുക്ക് നോക്കാം. സ്റ്റാറ്റസ് റീഷെയർ ചെയ്യുന്നതിനുള്ള സൗകര്യം നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഇത് എങ്ങനെയാകും പ്രവർത്തിക്കുക എന്നത് സംബന്ധിച്ച് ബീറ്റ ഇൻഫോ പറയുന്നത് ഇങ്ങനെയാണ്. സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇന്റർഫേസിനുള്ളിൽ ഒരു പുതിയ ബട്ടൺ ഉൾപ്പെടുത്തും. ഈ ബട്ടൺ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അവരെ മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ എളുപ്പത്തിൽ വീണ്ടും ഷെയർ ചെയ്യാനാകുമെന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക.